Hello my dears, welcome back to my YouTube channel. Thank you for choosing to watch this video. Virtual hugs to all of you. So the video is again a get ready with me aanu, but again it's going to be a very simple quick get ready with me aanu ട്ടോ. So എനിക്കൊന്ന് പെട്ടെന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്കിപ്പം പെട്ടെന്ന് കോൾ വന്നതേ ഉള്ളൂ, ഓടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. So let's get into the video. സോ ഇതാണ് ഒരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. സോ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഔട്ട്ഫിറ്റ്സ് കുറവാണ്. ഞാൻ കുറച്ച് സാധനം മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ, ബാക്കി മൊത്തം എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ്. സോ എനിവേസ് അപ്പം പ്ലാൻ ചെയ്ത് സ്റ്റേ ചെയ്ത് വരാത്തത് കൊണ്ടും ഞാൻ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സോ ഇവിടെയുള്ള ഒന്ന് രണ്ട് കുർത്തീസ് ഇതുപോലെ സാധനങ്ങളൊക്കെ ഇടുകയുള്ളൂ. എനിക്കെങ്കിലും നന്നായിട്ടിരിക്കട്ടെ. എനിവേസ് സോ അഗെയിൻ കമ്മിങ് ബാക്ക് ടു മൈ അമ്മാസ് പെട്ടി. ഇത് ആക്ച്വലി പോത്തീസിൽ നമ്മൾ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഒരു മേക്കപ്പ് പൗച്ച് പോലെ കണ്ടോ, ബ്രഷിൻ്റെയും ഇതിൻ്റെയൊക്കെ പടമുള്ള. എനിക്കിഷ്ടപ്പെട്ടു ഈ ബാഗ്. ഭയങ്കര ക്വാളിറ്റി ഒന്നുമല്ല, ബട്ട് എനിവേസ് ഒരുപാട് സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കാണ്ട് ഈ വിൽ വരിക. അയ്യോ എനിവേസ് സംസാരിച്ച് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അധികം സമയമില്ല ചലയ്ക്കാൻ, പെട്ടെന്ന് പോകേണ്ടതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ സാധനം വെക്കേണ്ട. ഇതുപോലെ കുറേ അറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ BB ക്രീം CC ക്രീമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അന്ന് ഇത് ചെയ്തത്. ഇന്ന് ഐ തിങ്ക് ചെറിയ വേറൊരു BB ക്രീം ഉണ്ട് വിച്ച് ഈസ് ഓർഗാനിക് ഓൾസോ. ഇത് അമ്മയുടെ പോൺസിൻ്റെ ക്രീമാണ്, ജസ്റ്റ് ടു മോയ്സ്ചറൈസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓർഗാനിക് പ്രോഡക്ട്സ് യൂസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്കിന്നിന് പ്രശ്നം വരുമെന്ന്. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇന്നലെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ 2-3 സാധനം ഇട്ടതേ ഉള്ളൂ. അവിടെ എവിടെയാണ് പിമ്പിൾസൊക്കെ വന്നു തുടങ്ങി കേട്ടോ. എനിക്കറിയത്തില്ല ഇത്രയ്ക്ക് ഇതാണ് മൈ സ്കിൻ. എൻ്റെ കയ്യിൽ മുന്നേ ഇരുന്ന BB ക്രീം ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതേ സെയിം സാധനം ഞാൻ അമ്മയ്ക്ക് മേടിച്ച് കൊടുത്തു. സോ ദിസ് ഇസ് ദാറ്റ് പ്രോഡക്റ്റ്. എക്കോബെറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ BB ക്രീമാണ്. ഇതിൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ് ഇപ്പോൾ എന്തെങ്കിലും. കോമ്പാക്ട് പൗഡർ അല്ല, ആക്ച്വലി ഇറ്റ്സ് ടിൻറ്റഡ് ഫേസ് പൗഡർ. ട്രാൻസ്ലൂസൻ പൗഡർ പോലെയാണ്, ബട്ട് ഇറ്റ്സ് ടിൻറ്റഡ് ഫേസ് പൗഡർ. അത് PR അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു കഴിഞ്ഞ 2 years ആയിട്ട് ഐ വാസ് യൂസിങ്. എനിക്ക് തീർന്നു പോയി. സോ അമ്മയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാനത് മേടിച്ച് കൊടുത്തു. ഇറ്റ്സ് BB ക്രീം, ഫൗണ്ടേഷൻ ഒന്നും അല്ല കേട്ടോ. ദിസ് ഇസ് ഓർഗാനിക് ഓൾസോ. സോ ജസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഒരുപാട് കവറേജൊന്നും തരത്തില്ല, ബട്ട് ഓഫ് കോഴ്സ് വി ക്യാൻ ബിൽഡ് ഇറ്റ്. എനിക്ക് ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിവേസ് ആൻഡ് ഇത് റൂബി ഓർഗാനിക്സിൻ്റെ ഫൗണ്ടേഷൻ്റെതാണ് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഞാൻ ഇതുപോലത്തെ ഒരു ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണ്. സോ അതിലോട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ട് അമ്മയ്ക്ക് തന്നെ കൊടുത്തു, സിൻസ് ഇറ്റ്സ് ഫെയർ സ്കിൻ ടോൺ ഇതായതുകൊണ്ട്. സോ നോ ലെറ്റ്സ് ബ്ലെൻഡ് ദിസ് BB ക്രീം. ഇത് ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. ലെറ്റ്സ് ബ്ലെൻഡ്. സോ ഈ എക്കോബെറിയുടെ പ്രോഡക്ട്സ് എല്ലാം ഓർഗാനിക് ആണ് കേട്ടോ. ടോക്സിൻ ഫ്രീ ആണ് ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓർഗാനിക്. നല്ല രീതിക്ക് നമുക്ക് കവറേജൊക്കെ ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ടിക്ക് നോക്കുന്നെങ്കിൽ നോക്കട്ടെ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ടോക്സിൻ ഫ്രീ മേക്കപ്പ് പ്രോഡക്ട്സ്, വൺ ഓഫ് ദി ബ്രാൻഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് വലിയ മാറ്റമല്ല, ഞാൻ ഒരുപാട് ഇട്ടുമില്ല. ഇതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. സോ ഇത് റൂബി ഓർഗാനിക്സിൻ്റെ ഫൗണ്ടേഷൻ്റെ ആണ്. എനിക്ക് ഒരുപാട് വേണ്ട, ജസ്റ്റ് CC ക്രീമും BB ക്രീമും ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തുല്ലോ. അപ്പോൾ ഐ തോട്ട് ഇതിൽ ചെറിയൊരു ഡിഫറൻസ് കൂടി വരുത്താമല്ലോ പ്രോഡക്ട്സിൻ്റെ ഇത് വിചാരിച്ചിട്ട് കൂടിയാണ് കേട്ടോ ഞാൻ ഇത് കൂടി യൂസ് ചെയ്തത്. പിന്നെ ആസ് യു ക്യാൻ സീ ഞാൻ ഒരുപാട് സാധനം ഒന്നും ഇട്ടിട്ടില്ല. സോ വളരെ ലൈറ്റായിട്ട് ഇട്ടിട്ട് നോക്കുന്നുള്ളൂ. ഒരു നോ മേക്കപ്പ് ലുക്കെ ക്രിയേറ്റ് ചെയ്തോളും. ആൻഡ് ഫോർ ലോങ്ങസ്റ്റ് ടൈം ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഇറ്റ് വാസ് മൈ ലോങ്ങസ്റ്റ് ടൈം വിഷ് എനിക്കിതുപോലെ സംസാരിച്ച് കുറേ വാചകം അടിച്ചടിച്ചൊരു വീഡിയോ ചെയ്യണം. ദാറ്റ് ടു ലൈക്ക് എസ്പെഷ്യലി ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. സീ മീ ഓക്കെ. എന്തെങ്കിലും ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല ക്യാമറയിൽ എത്രത്തോളം ഒരു വിസിബിൾ ആണെന്നുള്ളത്, ബട്ട് അത്യാവശ്യം ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ മോയ്സ്ചറൈസിങ് ചെയ്തിട്ട് ഡയറക്റ്റ് ശക്കലം BB ക്രീമും ശക്കലം വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഫൗണ്ടേഷനും മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരുത്തണ്ടേ. അമ്മയുടെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. ഐ വിൽ ഡു ഇറ്റ് ഫോർ ഷുവർ ഗൈസ്. എനിക്ക് പക്ഷേ ഇതുപോലെ സിറ്റുവേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കിതുപോലെ ആളില്ലാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടി അറ്റ്മോസ്ഫിയർ ഇസ് സൈലൻസ് ഇതുണ്ട്. സോ ഐ ക്യാൻ ക്വിക്ക്ലി ടേക്ക്. പക്ഷെ എനിക്ക് ഹസ്ബൻഡ് വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ്
അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോയ്സ് ഡിസ്റ്റർബൻസ് ഇഷ്യൂസും വരരുതല്ലോ. ഞാൻ അതുകൊണ്ട് കൂടിയിട്ടാണ് മാക്സിമം വോയിസ് ഓവറിലും അങ്ങനെയൊക്കെ പോകുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് റേഞ്ചൊന്നുമില്ല, ബട്ട് ദിസ് ഇസ് മോർ ദാൻ എനഫ്. നൗ ലെറ്റ്സ് പുട്ട് സം കാജൽ. ഇടയ്ക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത കെട്ടടിക്കുന്നില്ല, ഞാൻ കാജൽ ഇച്ചിരി കട്ടിക്ക് എഴുതി. സോ ഇന്ന് നമുക്ക് അതും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാം. സോ കാജൽ ഞാൻ ലൈറ്റായിട്ട് എഴുതുന്നുള്ളൂ, ജസ്റ്റ് എൻ്റെ കണ്ണൊരുമാതിരി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഇതും സെയിം പ്രോഡക്റ്റാണ് കേട്ടോ. ദിസ് ഇസ് മേബിലിൻ്റെ കൊളോസൽ കാജൽ, ലാക്മിയുടെ ഐക്കോണിക് മസ്കാര. എൻ്റെ പൊന്നേ നല്ല ചൂടുണ്ട്, വേർത്ത് കുളിക്കുക ഞാൻ. പക്ഷെ ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഓഡിയോ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് സംസാരിച്ചും കൂടെ ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ഐ തോട്ട് ഓക്കെ. ഐബ്രോസ് ഞാൻ പിന്നെ ത്രെഡ് ചെയ്ത് ഷേപ്പ് ആക്കാനുണ്ട് സ്വിങ് സൺഡേ. സോ ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് കോംബ് ചെയ്ത് നീറ്റാക്കിയിട്ടേ ഉള്ളൂ. സോ ഇത് രാമാന്ത്രിയിൽ നിന്ന് മേടിച്ച ഒരു 40 rupees 20 rupees 40 rupees ഒരു ലിപ് പെൻസിലാണ് കേട്ടോ. ഇറ്റ്സ് ഗുഡ്, കെമിക്കലാണ് ഓഫ് കോഴ്സ്, പക്ഷേ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനും കാര്യമൊക്കെ ഉണ്ട്. ഈ ഒരു ലവ്ലി പിങ്ക് എന്ന ഷെയ്ഡാണ്. ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഇത് വന്നിട്ട് ലാക്മിയുടെ മോ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. കെമിക്കലാണ്, പക്ഷേ എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐലൈനർ ഒന്ന് എഴുതണം, ദെൻ ഐ ഹാവ് ടു ജസ്റ്റ് കോം മൈ ഹെയർ ആൻഡ് ഗോ. സോ ഇതും ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അത് കുറച്ചൊന്ന് കട്ടിക്ക് എഴുതാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് ഗെറ്റ് റെഡി ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ലുക്ക് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല സ്മൂത്തും ആണ് കേട്ടോ. ഗുഡ്. ഫേസിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേർത്ത് കുളിക്കും. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ? എനിക്ക് പറയണം കേട്ടോ. ഇന്ന് വിങ്സും കാര്യമൊന്നും ട്രൈ ചെയ്തില്ല, ജസ്റ്റ് നോർമലായിട്ട് വരച്ചിട്ടേ ഉള്ളൂ. സോ ഈ ഒരു കട്ടിയെ ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു തിക്നെസ് മതി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഹെയർ സെറ്റ് ചെയ്യണം, ജസ്റ്റ് കമ്മലിടണം, പൊട്ട് വെക്കണം, ഷടപടയെന്ന് പറയണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കിനെ കാണിച്ചു തരാം. ഓക്കെ, സോ യെസ്, ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടോ, അല്ല ഫൗണ്ടേഷൻ അതൊക്കെ ഇട്ട ലുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സോ ആ രീതിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. ഒരു വെരി സട്ടിൽ നോ മേക്കപ്പ് ലുക്ക് കൊടുത്തത്. ജസ്റ്റ് ഐസ് മാത്രമേ ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ ആ ഒരു ഇരിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ കുറച്ചൊന്നും അറിയുന്നുള്ളൂ. അല്ലാണ്ട് ഒരു പൗഡർ ഇട്ട ഫീൽ പോലും എനിക്ക് എന്നിട്ട് തോന്നില്ല. ഇത്രയും കെട്ടടിയിൽ എന്തൊക്കെയോ ഞാൻ ഇട്ടു, ഒന്നും തോന്നുന്നില്ല. ഇല്ലേ? ഡോണ്ട് യു തിങ്ക് സോ? പറയണം. ഓക്കെ, സോ ഞാൻ എന്തായാലും ഇറങ്ങുവാണ്. ഞാൻ ലേറ്റായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. സോ ഐ ആം ഗോയിങ്. അപ്പോൾ പൊട്ടും എനിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഐലൈനർ വെച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ ഇട്ടു, ബട്ട് ഇറ്റ്സ് ഗുഡ്. എനിക്ക് ആ ഷേപ്പ് ഇഷ്ടപ്പെട്ടു. ആ ബ്രഷിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് അത് കിട്ടി കേട്ടോ. സോ എനിവേ, സോ ഹോപ്പ് യു ആൾ എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി വീഡിയോ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. ആൻഡ് ഇങ്ങനത്തെ ചാറ്റ് ചെയ്ത് മേക്കപ്പ് വീഡിയോസും അല്ലെങ്കിൽ അതുപോലുള്ള പല ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. സോ ടിൽ ദെൻ, ബൈ.